ഹേ ഹലോ ഇറ്റ്സ് മീ ട്രിപ്പിൾ സീമിങ്. സോ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് റോബറി മാഡ്നസ് 2. സോ ഇതൊരു കള്ളൻ്റെ ഗെയിമാണ്. സോ ഞാനൊരു കള്ളനാണ്. ഞാനിന്നൊരു വീട് മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ്. സോ ഇവിടെ നിന്ന് ഈ ഒരു വീട് മോഷ്ടിക്കാൻ ഈ വീട്ടിൽ ആരുമില്ല തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഞാനിൽ വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ് ഈ വീട്ടിൽ ആരുമില്ല കഴിഞ്ഞ 2 ദിവസമായിട്ട്. സോ ഈ വീട് തന്നെ ഞാനങ്ങ് തിരഞ്ഞെടുത്തു. ആരുമില്ലാത്ത വീട്ടിൽ കയറുമ്പോൾ നമുക്ക് അത്രയ്ക്കും സേഫ്റ്റി ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീട് വന്നത്. ഇതെന്താ പട്ടിയുടെ എല്ലോ? ഓക്കെ, ഈ എല്ല് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അയ്യടാ പട്ടിയടാ, ഓടിക്കോടാ പട്ടി വന്നേ പട്ടി. അയ്യോ ആ പട്ടി പട്ടി നമ്മളെ തട്ടി കൈസ്. വന്ന് കയറിയ വഴി തന്നെ ഞാൻ മുഞ്ചിയിട്ടുണ്ട്. ഇന്ന് ലെസ്സലായിട്ട് മുഞ്ചിയിട്ടുണ്ട്. അമ്മേ, ഇന്നലെ നമ്മളൊന്ന് മുഞ്ചി പട്ടി കടിച്ചു. സാരമില്ല, ഇന്ന് ഞാൻ തുറന്നു വന്നിട്ടുണ്ട്. അയ്യോ, നമ്മൾ വന്ന വീട് മാറിപ്പോയി. അപ്പുറത്തെ വീട്ടിലായിരുന്നു വരേണ്ടത്, ഇപ്പറെത്തി. തുറന്നു വന്നപ്പോൾ നമ്മൾ കണ്ടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൽ ചാടി അപ്പുറം കിടക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കത് ചാടാൻ പറ്റുന്നില്ല. എനിക്ക് കയറിപ്പോകില്ല. ഞാൻ എങ്ങനെ കയറിപ്പോടാ അതിൻ്റെ അകത്ത്? ഓക്കെ, അയ്യോ മുഞ്ചി ഇങ്ങനെ. അയ്യോ, ഇതിൻ്റെ മണ്ട കൂടെ ചാടുക. അല്ല ചാടറാ, എടാ പൊട്ടാ, ചാടറാടാ മണ്ടടാ മണക്കൂസ, ചാട് നീ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. ഇതന്നെ എൻ്റെ കൺട്രോളിൽ നിൽക്കാത്ത. ഓക്കെ, ഒറ്റ ചാട്ടമുള്ളൂ. 1 2 3 1. അയ്യടാ അവനെ അപ്പുറം എത്തിയടാ. ഓക്കെ, നമ്മൾ ആ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. ആ കാലമ്പട്ടി എൻ്റെ ബാക്കിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതിന് ഇവിടെയൊക്കെ നമുക്ക് കയറി വിളിക്കാൻ പറ്റും. ഏണി എടുക്കാം. നമുക്ക് ഏണി എടുത്ത് നമുക്ക് മാർക്കിപ്പുറത്ത് കയറാം. ഓക്കെ, ഏണി അവിടെ തന്നെ പോയി കൊണ്ട് വെക്കാനാണ് അവർ പറയുന്നത്. സോ നമുക്ക് എന്തായാലും അവിടെ തന്നെ കൊണ്ട് വെച്ചേക്കാം. ഏണി ഇവിടെ വെച്ചു. ഇനി പിന്നെ മണ്ടയ്ക്ക് വലിഞ്ഞ് കയറിയാലോ? ഇവിടെ പിടിച്ചിട്ട് നെക്കടാ. ഓക്കെ, നമ്മൾ വീടിൻ്റെ മുകളിലെത്തി. ഇനിയിപ്പോൾ അതേ സാധനം വഴി നമുക്ക് താഴേക്ക് പോകാൻ പറ്റില്ല. ശരി, താഴേക്കല്ല, വീണ്ടും അകത്തോട്ട് കയറാൻ പറ്റും. അപ്പോൾ അതിനെ പട്ടിയാണ് നിൽപ്പണ്ട്, എന്നെ കടിച്ച നായി. ഓക്കെ, അപ്പുറം എത്തി തിരിഞ്ഞും മറിഞ്ഞും ചാടിയും മറിഞ്ഞും വന്നിട്ട് എനിക്ക് എന്നെ ചെയ്യണമെന്നറിയില്ലല്ലോ. ഓക്കെ, ഇതെവിടെ എന്തോ ഹോളൊക്കെ ഞാൻ കാണുന്നു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. സോ ഇതിലെന്തായാലും നമുക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കിടക്കാൻ പറ്റില്ല ഗൈസ്. സോ അതെന്താ ചെയ്യണ്ടേ എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അതിൻ്റെ വഴി നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഏണിയുടെ താഴെ ഇറങ്ങേണ്ടി വരും. വെറുതെ മേളിൽ കയറി സമയം കളഞ്ഞു. ഒരു ആവശ്യമില്ലായിരുന്നു. ഓക്കെ, പിന്നെ പറഞ്ഞ ഡോർ വഴി കയറാ. പട്ടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ബാക്ക് കടിച്ചോണ്ട് പോകുന്നു. വേഗം ആവട്ടെ. ഇവൻ ഇത് തുറക്കുമ്പോഴത്തേക്ക് ഓക്കെ, നമ്മളങ്ങനെ ഡോറ് തുറന്നു. ആ കാലമ്പട്ടി കണ്ടില്ല. ഇതൊക്കെ നമുക്ക് തൂക്കാൻ കഴിച്ചു. ഇത് നമ്മളാകെ തൂക്കുന്നു. അയ്യോ, അതിൻ്റെ അകത്തൊന്നുമില്ല. ഇവിടെ മൊത്തം ആരിച്ച് പാറക്കി തൂക്കും ഞാൻ. ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഒന്നും എന്തോ ഉണ്ട്. ഓക്കെ, അതെടുത്തു. ഇതെന്താ കോഡൊക്കെ കിട്ടി. അതൊന്നും എനിക്കിപ്പോൾ ആവശ്യമില്ല. പിന്നെ നോക്കാം. ഞാൻ അതിൻ്റെ കളർ കണ്ടപ്പോൾ ഇല്ല, സ്വർണ്ണാന്ന് ഓർത്തു. ഇതൊരു ദാരിദ്ര്യവാസിയുടെ വീടാണെന്ന് തോന്നുന്നു. എന്തോ ചാടി പോകുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. ഇതൊരു ഡോറാണല്ലോ. ഇതെന്ത് ഡോറാ? ഓക്കെ, എന്താ ലാപ്ടോപ്പൊക്കെ നീ ഇവിടെ കൊണ്ടുവച്ചേ? കൊച്ചർക്ക, എനിക്ക് മോഷ്ടികൾ എളുപ്പത്തിന് വേണ്ടി വെച്ചാൽ ഇതിൻ്റെ ബാത്റൂം. ഇത് മറ്റേ ചൂട് വരുന്ന സാധനം. എൻ്റെ പേര് വന്നേ. ഇതും തുറക്കാൻ പറ്റും. അമ്മേ, CCTV. ഈ ചുമന്ന കളറിൽ കാണുന്ന CCTV ആണ് കേസ്. അതിൻ്റെ അകത്ത് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന സൗണ്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ അതിൻ്റെ അകത്ത് കയറി, ഇതിൻ്റെ അകത്ത് കയറി, മറ്റേതിനകത്ത് കയറി, മറിഞ്ഞതിനകത്ത് കയറി. ഇതെന്താ സാധനം? ടാബാന്ന് തോന്നുന്നു. അതും തൂക്കാം. ഈ സ്വർണ്ണ കളർ കാണുമ്പോൾ ഞാൻ ഓർക്കും ഇത് ഇതാണ് മറ്റാണ് മറിച്ചാണ്. ഒന്നുമല്ല, ഇതൊന്നും എടുക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ട് കയറാം. ഇവിടെ CCTV ഉണ്ട്. ഇത് കിച്ചൺ ഏരിയ എന്ന് തോന്നുന്നു. എനിക്ക് ആകെ 8000 ആവശ്യമുള്ളൂ. അതിനുള്ള സാധനങ്ങൾ ഞാൻ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ 4613 രൂപയുടെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളോട് എടുക്കണം. അവിടെ ഒരു കന്നാസ് ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ആ കന്നാസ് തൂക്കണം. അതിന് മുമ്പ് നമുക്ക് ഈ പാത്രങ്ങളൊക്കെ തൂക്കാം. ഇവിടെ ഒന്ന് അരിച്ച് പറക്കി എടുത്തുകൊണ്ട് പോകണം. എനിക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ തൂക്കും. ഓക്കെ, ഇതും എടുക്കണം. അത് അവിടെയൊക്കെ തപ്പണം. മുകളിലും താഴെയും നടുക്കും. എവിടെയല്ല എവിടെ വേണേലും എന്ത് വേണേലും നമ്മൾ തപ്പിടും. ഞാൻ ഒരു പ്രൊഫഷണൽ കള്ളനാണ്. ഞാൻ ജയിലിൽ ചാട്ടി മ്യൂസിയം മോഷ്ടിക്കാൻ പോയി അടുത്ത പോലീസുകാരൻ എന്നെ തല്ലി ഇല്ലാണ്ടാക്കി കളഞ്ഞു. എൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ്. എന്തായാലും ഇത്താണ് വീട്. നമ്മൾ പ്രൊഫഷണലായിട്ട് കക്കാൻ വേണ്ടി തന്നെ വന്നതാണ് മോനെ. ഇത് തോക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ ഇത്രയും നേരം പ്രൊഫഷണലായിട്ട് കളിച്ചിട്ടുണ്ട്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസാനം വരെ മര്യാദയ്ക്ക് പോയിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ ഞാൻ കൊണ്ട് തൊലയ്ക്കും. അതാണ് എൻ്റെ പരിപാടി. അതുപോലെ വല്ല സംഭവിക്കുമോ എന്നെനിക്ക് പേടി. ഓക്കെ, CCTV വരുന്നുണ്ട്. ഈ സൈഡിൽ ഇവിടെ വല്ല ഹിട്ടനായിട്ട് നമുക്ക് ഒളിച്ചിരുന്നതിന് ശേഷം CCTV തിരിയുന്ന സമയത്ത് നമുക്ക് അപ്പത്തോട്ട് ചാടാലേ. അതായിരിക്കും നല്ലത്. ഓക്കെ, CCTV തിരിഞ്ഞു. ഓടിക്കോ, ചാടിക്കോ, മറിഞ്ഞോ. ഇതിൻ്റെ അകത്തോട്ട് കയറാം. ഒമ്മേ, അലാറം അടിച്ചാടാ. ഓടാ. ഇവിടെ അവിടെ തട്ടിടാ. പിന്നെ അവിടുത്തെ പറഞ്ഞാ മണ്ടാന്ന് ഇറങ്ങി വന്നത്. ഇതിനി തുറക്കണം, കുത്തി തുറക്കണം, വേഗം വിടറാ. ഓക്കെ, ഇറങ്ങി. നമുക്ക് വീടിനോട് കയറി മേളിൽ വിളിച്ചിരിക്കാം. ഇനിയിപ്പോൾ വീട്ടിൻ്റെ പരിസരത്തുള്ളവരെല്ലാം ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂഞ്ചി. അപ്പോൾ നമുക്ക് അവിടെ കയറി വിളിച്ചിരിക്കാം. ഓക്കെ, ഇവിടെ എൻ്റെ ടൈമറൊക്കെ കാണിക്കേണ്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഇവിടെ ഹിഡനായിട്ടിരിക്കുകയാണ്. ഒത്തിരി സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഒത്തിരി സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഇറങ്ങി വന്നാലോ. നല്ല സൗണ്ട് അടിച്ചിട്ടുണ്ട്. എന്തായാലും ആരോ വരുന്നത് പോലെയൊക്കെ ഒരു തോന്നൽ എനിക്ക്. ആരാണാവോ വന്നത്? എന്താ? അയ്യോ, പോലീസ്! അലാറം അടിച്ചാൽ പോലീസ് വരുമല്ലേ? അയ്യോ, ഡേഞ്ചർ. പുള്ളി കണ്ടോ? എന്നില്ല, കണ്ടില്ല. ഇവിടെ വിളിച്ചിരിക്കാം. പുള്ളി പോയി കഴിഞ്ഞിട്ട് നമുക്ക് പതിയെ സാവധാനം താഴേക്ക് ഇറങ്ങാം. അതായിരിക്കും നല്ലത്. മണ്ടൻ പോലീസ് കാണില്ലായിരിക്കൂലേ?
എനിക്ക് 8,000 മതി, ഞാൻ ഇപ്പോൾ തന്നെ 6,900 എടുത്തിട്ടുണ്ട്. വേണേ നമുക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങി പോകാം. പക്ഷേ എനിക്ക് അതിൻ്റെ മനസ്സ് വരുത്തി എനിക്കത് മൊത്തത്തിൽ തീർക്കാതെ ഇറങ്ങി പോകുമ്പോൾ എന്താ പോലെയാണ്. എന്നാലും അവൻ നമ്മളെ കണ്ടിട്ടില്ല. നമുക്ക് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും മറ്റതും മറിച്ചൊക്കെ എടുത്തിട്ട് വേണം ഓട്ടാൻ വേണ്ടിയിട്ട്. പുള്ളി ഇവിടുന്ന് പോയാൽ അപ്പം നമുക്ക് താഴെ ഇറങ്ങണം. പോലീസ് കൊണ്ട് പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. എന്നാലും നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് നൈസിന് താഴേക്ക് ഇറങ്ങി നോക്കാം പുള്ളി എവിടെയാണ് എന്താണെന്നൊക്കെ. ഓക്കെ, നമ്മളിവിടെ വന്നു. നമുക്ക് ദൈൻ്റെ ഇടയ്ക്ക് കയറി വിളിച്ചിരുന്നാലും അവിടെ ഇനി പുള്ളി കയറിയിട്ടുണ്ടോ? അമ്മേ, ലോക്ക് പിക്കറ കുത്ര മര്യാദക്ക് കുത്ര. സ്ലോ മോഷൻ അടി ഗൊമ്മാലേ, സ്ലോ മോഷനിൽ കുത്ര. കയറ ശേ ഒന്നും അങ്ങോട്ടും ശരിയാവണില്ല. നമുക്കിവിടെ പരിപാടി ഇത് നമ്മൾ വേസ്റ്റ് ആയിപ്പോയി. ഈ സമയം വേസ്റ്റ് ആയിരുന്നു. അത് ചെയ്യേണ്ടായിരുന്നു, മണ്ടത്തരമായിപ്പോയി. എന്തായാലും നമുക്ക് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പുള്ളി പോയിന്ന് എനിക്ക് തോന്നുന്നേ. എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം. ഹിട്ടനായിട്ടുണ്ട്, ഞാൻ വീണ്ടും ഹിട്ടനായി. ഇവിടെ വല്ല ഇനിയിപ്പോൾ പുള്ളി ഓടി വന്നാൽ പുള്ളി വരുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കിയിട്ട് പുള്ളി വരുന്നില്ല. പുള്ളി അടുത്ത് വന്നാൽ നമുക്ക് സിഗ്നൽ കിട്ടും ഗീസ്. അങ്ങനെയാണ് ഞാൻ അത്രയ്ക്കും പ്രൊഫഷണൽ. അല്ലെങ്കിൽ പുള്ളി വന്നപ്പോൾ തന്നെ ഞാൻ ഓടി വിളിച്ചിരിക്കും. പുള്ളിക്ക് എന്നെ കാണാൻ പോലും പറ്റിയില്ല. മണ്ടൻ പോലീസ്. ഇവിടെ ഒന്നും ഒരു പോലീസിനെയും കാണാനില്ലല്ലോ. പുള്ളി ഇവിടുത്തെ അമ്മേ സൈറൻ അടിച്ചു. അയ്യോ ഒളിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ വിളിച്ചിരിക്കാം. പത്തി വെച്ചിരിക്കുന്നത് പോണേ. ആ തെണ്ടി പോകുമ്പോഴാണ് നമുക്ക് ഇവിടെ ആരോചനയും കാണുന്നത്. പുള്ളി അവിടെ ഉണ്ട്. നമുക്ക് ഈ വാതിലടയ്ക്കാൻ മറന്നുപോയി. ഇപ്പോൾ കയറി വന്നിരുന്നീ മൂഞ്ചിനെ. ഒട്ടക്കടാ വാതിൽ. ഓക്കെ, വാതിലടച്ചു. നമുക്ക് സേഫായിട്ട് ഇവിടെ വിളിച്ചിരിക്കാം. പുള്ളി വന്ന് പേടിച്ചാൽ 2 അടിയും കിട്ടി പുള്ളി നമ്മളെ ഇറക്കി വിടും. അത് വേറെ കാര്യം. പുള്ളിയുടെ നടി കിട്ടാതെ സാവധാനം സ്ലോ മോഷനിൽ പോവാം, അതായിരിക്കും നല്ലത്. ഓക്കെ, പുള്ളി അവിടേക്ക് പോയി പിന്നെയും തിരിച്ചു വരുന്നു. എൻ്റെ പൊന്നു, ഈ കാലമണം പോവാത്തേനാ. കടവുളേ നീങ്കളാ, വീണ്ടും തിരിച്ചു വരുന്നു. എൻ്റെ പൊന്നു, പുള്ളി ഒന്ന് പോയിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് അനങ്ങാനായിട്ട്. ഇപ്പറ ഡോറ് ഇതല്ല, മറ്റേ ഡോർ. പൊട്ട ഈ ഡോർ ഇവിടെ ഉണ്ടായിട്ടാണോ ഞാൻ ഇത്രയും നേരം ഇവിടെ കിടന്ന് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. മണ്ടനായിപ്പോയി. ഈ കന്നാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് ആദ്യം വന്നത്. ഇതിൽ കയറി മതിയായിരുന്നു ആദ്യമേ. ഓക്കെ, അവിടെ എന്തോ ഞാൻ കണ്ടു. അത് നമുക്ക് തൂക്കണം. ഇവിടെ ഒളിഞ്ഞിരുന്ന് നോക്കണം കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തൂക്കാൻ വേണ്ടി ഓടേണ്ടതാണ്. ഓടാൻ റെഡി ആയിട്ടിരുന്നോ വാസുവേ? കള്ളം വാസുവാടാ ഞാൻ, കള്ളം വാസു. ഇനി അങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഫൈനലി 1 and only. ഓടിക്കോ ചാടിക്കോ മറിഞ്ഞോ. റെഡി 1 2 3 എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നീ ഓടിക്കണം. റെഡി 1 2 3. ഓക്കെ, ഓർഡർ അവിടെ കയറി ഒളിച്ചിരിക്കാതെ ഓർഡറാ. ഓക്കെ, വാതിലടാ. തുറന്നടാ. ചാടറാ. മണ്ട ചാടറാ. അയ്യേടാ. അലാറം അടിച്ചോടാ. ചാടറാടാ. അയ്യോ, പോലീസിനെ കണ്ടടാ, തല്ലിക്കൊന്നു. അയ്യേ, മണ്ടന് ചാടാൻ അറിയാൻ പാടില്ല, ചാടാൻ അറിയാൻ പാടില്ല. ഇവരൊക്കെ എന്തിനു വന്നേക്കണേ? അതും ഫെയിലായി. അങ്ങനെ അതും മുഞ്ചിട്ടുണ്ട്. നമ്മൾ നല്ല അസലായിട്ട് നമ്മൾ നരകത്തിലെത്തി. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെല്ലാം പറ്റും ലൈക്ക് സബ്സ്ക്രൈബ്. ഈ മരമാക്കളിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല.